എൻ്റെ പേര് ഷാജി. ഞാൻ പാലപ്പള്ളിയിലാണ് താമസിക്കുന്നത്. ഞാനൊരു 20 വർഷമായിട്ടും ഈ പ്രശ്നങ്ങൾ പറഞ്ഞുകൊണ്ടിരിക്കുന്നതാണ്. ഈ കാർബോണത്തിനെതിരെ നമ്മൾ പല പ്രാവശ്യം പരാതികളും ഇതൊക്കെ ആയിട്ട് പോയിട്ടുണ്ട്. അതിന്റെ വെച്ചിട്ടുണ്ടെങ്കിൽ ഒരു ദൂഷ്യഗന്ധം എന്ന് പറഞ്ഞാൽ ഭയങ്കര ഗന്ധമാണ്. ഞങ്ങളൊക്കെ കൊച്ചെറുപ്പത്തിലും ഇതൊക്കെ കനാലിൽ കുളിക്കുമ്പോഴും അലക്കുമ്പോഴും കാല് ചൊറിച്ചിലായിരുന്നു. അന്ന് കനാലിലേക്ക് വെള്ളം വന്നുകൊണ്ടിരുന്നതാണ്. താങ്ങച്ചിറയ്ക്ക് വരെ ഈ വെള്ളം വന്നുകൊണ്ടിരുന്നതാണ്. അപ്പൊ അവർ അടച്ചു പറഞ്ഞു. പക്ഷെ വെള്ളത്തിന്റെ ഭയങ്കരമായിട്ട് നമ്മുടെ കാലൊക്കെ ചൊറിഞ്ഞുകൊണ്ടിരിക്കുകയായിരുന്നു. എന്റെ കാലും വെച്ചാൽ പൊതുവെ കനാലിറങ്ങുന്ന എല്ലാവർക്കും ഈ പരാതികൾ ഉണ്ടായിരുന്നു. ഈ പരാതി നമ്മൾ പ്രാവശ്യം അവിടേക്ക് പരാതിപ്പെട്ടിട്ടും നമുക്ക് ശാശ്വതമായ പരിഹാരം അന്നും കിട്ടിയിട്ടില്ല, ഇന്നും കിട്ടിയിട്ടില്ല. നമ്മൾ എന്തിനും പരാതി പറയുന്നുണ്ട്. പക്ഷെ ഈ പരാതി അവര് വേണ്ടപ്പെട്ട അധികാരികൾ അത്രയും ഇതുവരെ ശ്രദ്ധിച്ചിട്ടുണ്ടോ ഇല്ലയെന്ന് നമുക്കറിയില്ല. പൊല്യൂഷൻ കൺട്രോളിൽ വരെ ഞാൻ പരാതി കൊടുത്തതാണ്. പരാതി കൊടുത്തിട്ടും അതിന്റെ ശാശ്വതമായ പരിഹാരം നമുക്ക് അവിടുന്ന് കിട്ടിയിട്ടില്ല. ഞാൻ ഒരുപാട് കാര്യങ്ങളായിട്ട് ഇതിന്റെ പിന്നിൽ പോയിട്ടുണ്ട്. നമ്മളെ പോയിട്ട് അതിന് എനിക്ക് പരിഹാരം കിട്ടിയിട്ടില്ല. ഞാൻ പൊല്യൂഷൻ കൺട്രോളിൽ പല പ്രാവശ്യം ഇതിന് പരാതി കൊടുത്തിട്ടുണ്ട്, അവിടെ വിളിച്ചു പറഞ്ഞിട്ടുണ്ട്. അപ്പൊ ഈ പരാതിക്ക് ഒരു ശാശ്വതമായ പരിഹാരം ഇതുവരെ ആയിട്ടില്ല. അതാണ് എന്റെ ഒരു വിഷമകരമായിട്ടുള്ള കാര്യം. എന്റെ പേര് ജോമി എന്നാണ്. ഞാൻ താമസിക്കുന്നത് നാലുകെട്ട് പള്ളിയുടെ അടുത്താണ്. ഈ നാലുകെട്ട് കാർബോറോണ്ടം കമ്പനിയിൽ നിന്ന് ഉണ്ടാകുന്ന ഫർണസ് കത്തിക്കുമ്പോൾ ഉണ്ടാകുന്ന ഒരു മണം കൊണ്ട് ഞങ്ങൾക്ക് എല്ലാവർക്കും ഭയങ്കര ബുദ്ധിമുട്ടാണ്. പ്രത്യേകിച്ച് എന്റെ ഭാര്യയ്ക്കും മക്കൾക്കും ഒക്കെ വളരെയധികം ശ്വാസം മുട്ട്, ലങ്സിന്റേതായ ബുദ്ധിമുട്ടുകൾ. അവരെല്ലാവരും ഹെയിലർ ഉപയോഗിച്ചിട്ടാണ് നിൽക്കുന്നത്. കഴിഞ്ഞ 2-3 മാസമായിട്ട് ചെറിയൊരു കുറവുണ്ടായിരുന്നു. അത് അവർ അതിന്റെ ഇടയ്ക്ക് ഒരു സ്റ്റാക്കൊക്കെ വെച്ചിട്ടുണ്ടായിരുന്നു. അതുകൊണ്ടാണെന്ന് വിചാരിക്കുന്നത്. ഇപ്പൊ വീണ്ടും കൂടി ഈ ദിവസങ്ങളൊക്കെ ഭയങ്കരമായിട്ട് ശ്വാസം മുട്ടും ബുദ്ധിമുട്ടുകളാണ്. ഈ ഞങ്ങളുടെ നാട്ടിലെടുത്ത് നോക്കുകയാണെങ്കിൽ മിക്ക സ്ത്രീകൾക്കും കുട്ടികൾക്കും ശ്വാസം മുട്ടും ലങ്സിന്റെ ബുദ്ധിമുട്ടുകൾ എല്ലാവർക്കും ഉണ്ട്. ഞങ്ങൾ പലരുമായിട്ട് അന്വേഷിച്ച് കഴിഞ്ഞപ്പോൾ ഈ പ്രശ്നം ഈ പ്രോബ്ലം ഫേസ് ചെയ്യുന്ന ഒരുപാട് ആൾക്കാരുണ്ട്. അപ്പൊ എല്ലാവർക്കും ഈ ശ്വാസം മുട്ടുണ്ടാവുന്നു. നമ്മൾക്ക് ഈ കമ്പനി ഉപയോഗിക്കുന്ന കെമിക്കലുകൾ ഈ നാട്ടിലുള്ള ആൾക്കാർക്ക് വളരെയധികം ശാരീരികമായിട്ടുള്ള ബുദ്ധിമുട്ടുകൾ ഉണ്ടാകുന്നു. പ്രത്യേകിച്ച് ശ്വാസകോശവുമായി ബന്ധപ്പെട്ട ബുദ്ധിമുട്ടുണ്ടാകുന്നു. പലർക്കും ഇവിടെ ശ്വാസകോശ ക്യാൻസർ ഒന്നും മരിച്ചിട്ടുണ്ട് നമ്മുടെ നാട്ടിൽ. അപ്പൊ അതുകൊണ്ട് ഇതിനൊരു പരിഹാരം ഞങ്ങൾക്ക് എത്രയും പെട്ടെന്ന് ഉണ്ടാക്കി തന്നാണ് വിനീതമായിട്ട് അഭ്യർത്ഥിക്കുകയാണ്. എന്റെ പേര് പി ദേവു. ഓട്ടുങ്ങ ഹൗസ് താമസിക്കുന്ന സ്ഥലം പാലപ്പള്ളി ആ ഭാഗം, കമ്പനിയുടെ ബാക്ക് വശം. അതായത് ഞാൻ 96 ഒരു ക്യാൻസർ രോഗി ആയതാണ്. അവിടെ നിന്ന് അങ്ങോട്ട് കാർബോറോണ്ടം കമ്പനിയുടെ പരിസരത്ത് കൂടെ എനിക്ക് ഡോക്ടറെ കാണാൻ പോകാനോ ഒന്നിനും പോകാൻ പറ്റില്ല. മഴ വരുന്ന സമയങ്ങളിൽ ഭയങ്കരമായിട്ട് അവിടെ നിന്നുള്ള മണം കൊണ്ട് ഞാൻ ഛർദ്ദിച്ചിട്ടൊക്കെയാണ് ബസ് കയറി പോവാറ്. അങ്ങനെയുള്ള ഒരു സാഹചര്യം ഇവിടെ വന്ന് എനിക്ക് ഭയങ്കര ഛർദി അവിടുത്തെ മണം വന്നു കഴിയുമ്പോൾ. ആ മണം വന്ന സമയത്ത് ഞങ്ങൾ ആരും പുറത്തിറങ്ങാണ്ട് വാതിലടച്ചിരുന്നാലും ഛർദ്ദിക്കാൻ വരും. ഒരു രോഗി ആയതുകൊണ്ടുള്ള ബുദ്ധിമുട്ടാണ് അത് മിക്ക ആൾക്കാരും ഇതിലെ പോകുമ്പോൾ ഛർദ്ദിക്കാൻ എന്നും പറഞ്ഞുകൊണ്ട് വായ പൊത്തി മൂക്ക് പൊത്തിയിട്ടൊക്കെയാണ് ബസ് കയറാൻ പോവാറ്. എന്റെ പേര് സലീഷ്. കാർബോറോണ്ടം കമ്പനിയുടെ ബാക്ക് വശത്ത് ആണ് വീട്. കമ്പനിയോട് ചേർന്നാണ് വീട് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ. പക്ഷെ ഈ കമ്പനിയിൽ നിന്ന് വരുന്ന പുകയും പൊടിയും കാരണം പുറമെ ഇറങ്ങി നടക്കാനോ ജീവിക്കാനോ പറ്റാത്തൊരു സാഹചര്യമാണ്. പണ്ട് കാലത്ത് തൊട്ടുണ്ട്. പക്ഷെ ഇത് ആരും ഇതിനെക്കുറിച്ച് കാര്യമായി അങ്ങനെ ഒരു പ്രതികരണം നടത്താറില്ല. പലർക്കും ഉള്ളിലുണ്ട്, പറയാനൊരു പേടി ആണ് എല്ലാവർക്കും അനുഭവപ്പെടാറ്. കൂടുതലും ഈ മഴ പെയ്ത് കഴിയുമ്പോൾ ഈ മണം കൂടുകയാണ് ചെയ്യണത്, കുറവല്ല ചെയ്യണത്. കാലത്തും വൈകുന്നേരത്താണ് പ്രത്യേകിച്ച് ഇത് കുഞ്ഞുങ്ങൾക്ക് പോലും ഇത് ശ്വസിക്കാൻ പറ്റാത്തൊരു ഇതാണ്. ശ്വാസമുട്ട് പോലെ അനുഭവം ഫീൽ ചെയ്യാറുണ്ട്. ഇതിനൊരു മാറ്റം വേണം എന്നാണ് ഇപ്പൊ ഞങ്ങൾ ആഗ്രഹിക്കുന്നത്. അധികാരികളുടെ അടുത്തുനിന്ന് ഒരു മാറ്റം ഉണ്ടാവും എന്നാണ് ഞങ്ങൾ പ്രതീക്ഷിക്കുന്നത്. എന്റെ പേര് ജിൻസ്. ഞാൻ പാലപ്പുഴ താമസിക്കുന്നത്. കാർബോറോണ്ടം കമ്പനിയിലെ സ്മെല്ലും അത് കാരണം ഭയങ്കര ആരോഗ്യ പ്രശ്നമുണ്ട് എനിക്കും എന്റെ വീട്ടുകാർക്കും ഫാമിലിക്ക് മൊത്തം. കൊച്ചിന് ഭയങ്കര ചുമയും കാര്യങ്ങളൊക്കെയാണ്. അപ്പൊ ഇതിനു വേണ്ടി എന്തൊരു നടപടി എടുക്കുകയാണെങ്കിൽ ഏറ്റവും നല്ലതായിരിക്കും. എന്റെ പേര് ദീപു. ഞാൻ ഇങ്ങനെ കാർബോറോണ്ടം കമ്പനിയുടെ പ്രവേശത്താണ് എന്റെ വീട്. ഇവിടെ ചില സമയത്ത് മോശപ്പെട്ട ഭയങ്കര സ്മെല്ല് തന്നെ. അത് നമ്മുടെ ആരോഗ്യപരമായി കുട്ടികൾക്കും കാരണന്മാർക്കും എല്ലാവർക്കും ഭയങ്കര ദോഷമായിട്ട് എനിക്ക് തോന്നിയിട്ടുണ്ട്. അപ്പൊ ഇതൊന്ന് ഈ സ്മെല്ലൊക്കെ ഒന്ന് നിർത്താൻ പറ്റുന്ന ഒരു സാഹചര്യം ഉണ്ടായി കഴിഞ്ഞാൽ, ഒഴിവാക്കാൻ പറ്റുന്ന സാഹചര്യം ഉണ്ടായി കഴിഞ്ഞാൽ വലിയ ഉപകാരമായിരുന്നു. ഇങ്ങനെ വന്നത് ഇങ്ങനെ ഒരു ചെറിയൊരു പൊല്യൂഷൻ സംബന്ധമായ കാര്യങ്ങൾക്ക് വേണ്ടി നമ്മുടെ വീട്ടിൽ ആൾക്കാർ ഇങ്ങനെ വന്നിട്ടുണ്ട്. അപ്പൊ ചെറിയൊരു കാർബോറോണ്ടം കമ്പനിയുടെ ഒരു ചെറിയൊരു രൂക്ഷമായ ഗ്രന്ഥം ഒരു കാരണമുണ്ട്, ബുദ്ധിമുട്ടും കാര്യങ്ങളും. പിന്നെ നമ്മുടെ കൊച്ചിനൊരു ഇൻഫില്ലർ വലിക്കുന്ന ഒരു കുട്ടിയാണ്, 5 വയസ്സായിട്ടുള്ളൂ. അപ്പൊ ഇങ്ങനെ ബുദ്ധിമുട്ടും കാര്യങ്ങളും ഒക്കെ ഡോക്ടർ പറഞ്ഞു വീട് മാറി താമസിക്കാനാണ് പറയണത്. അപ്പൊ ഞങ്ങളൊരു ബുദ്ധിമുട്ട് കാരണം കൊണ്ട് ഞങ്ങളതൊന്ന് ചെയ്തില്ല. അപ്പൊ അതിന് പരമാവധി പിള്ളേരെ ഒന്ന് ഇത് ചെയ്യുക. പിന്നെ പൊല്യൂഷൻ സംബന്ധമായ കാര്യങ്ങൾ നിങ്ങൾ ഇന്ന് ചർച്ച ചെയ്ത് കാര്യങ്ങളൊക്കെ പറഞ്ഞൊന്ന് മനസ്സിലാക്കാനാണ് ഡോക്ടർമാര് പറഞ്ഞത്. കുമാരി. പിന്നെ ഇപ്പൊ വെള്ളം ഒന്ന് ചാടുന്നത് ചിറരിയാണ്. അതിന് ആൾക്കാർ കുറെ കംപ്ലൈന്റ് ഒക്കെ അന്നാളിൽ പറഞ്ഞു. പിന്നെ ആരും ശ്രദ്ധിക്കുന്നില്ല, ആരും ഒന്നും ഇതിന് വേണ്ടി ഇറങ്ങണില്ലല്ലോ. അങ്ങനെയൊക്കെ ഉണ്ടായി. ഇപ്പോഴും വലിയ മഴ പെയ്തിട്ടുണ്ടെങ്കിൽ കനാല് നിറച്ച് വെള്ളം പോകുമ്പോ അത് കൂടെ ഇങ്ങനെ പോകും വെള്ളം. വെള്ളം അത് ചെന്ന് ചടന്നത് താങ്ങച്ചറ അറിയില്ലേ, അതിലേക്കാണ് ചാടുന്നത്. ഈ വെള്ളമൊക്കെ വന്ന് വലിക്കുന്ന വീടിനെ ഇതിൽ കൂടെ പോയിട്ടുണ്ടെങ്കിൽ
ദുർഗന്ധം കാര്യങ്ങൾ അങ്ങനെ എന്തെങ്കിലും? അങ്ങനെ ഞങ്ങളിപ്പോ അവിടെ അടുത്തൊന്നും താമസിക്കുന്നില്ലല്ലോ, നമ്മളിവിടെ അല്ലേ. മണൊക്കെ വരാറുണ്ട്. അതിപ്പോ നമ്മൾ ആരോടെ പറയണേ, ഈ പറഞ്ഞ കാര്യം തന്നെ. ഇതിനു വേണ്ടിയിട്ട് ഇറങ്ങാൻ ആൾക്കാരും ഉണ്ടെങ്കിലല്ലേ പറയാൻ പറ്റുള്ളൂ നമുക്ക്. എൻ്റെ പേര് സോമസുന്ദരൻ. ഇവിടെ കമ്പനിയുടെ അടുത്ത് പാലപ്പള്ളി എന്ന സ്ഥലത്ത് കച്ചവടം ചെയ്യുന്ന ആളാണ്. ഇവിടെ മഴ പെയ്യുമ്പോഴാണ് നല്ല ഗന്ധം വന്നത്. എൻ്റെ പേര് ആനന്ദ്. എൻ്റെ വീട് പാലപ്പള്ളി. ഈ കാർബോറൺ കമ്പനിയിൽ നിന്ന് ഈ മഴ സീസണിൽ രൂക്ഷമായ ഗന്ധം ഉണ്ടാകുന്നുണ്ട്. അത് ഒരുപാട് ആൾക്കാർക്ക് ഉണ്ടാകുന്നുണ്ട്. പാലപ്പള്ളിയിൽ കമ്പനിയുടെ ഏകദേശം അടുത്ത് താമസിക്കുന്ന ഒരാളാണ്. മനോജ് എന്നാണ് പേര്. അപ്പോൾ പാലപ്പള്ളിയിൽ ഈ കമ്പനിയുടെ 4-8 കാർബോറൺ കമ്പനിയുടെ കുറേ നാളുകളായിട്ട് നമുക്ക് ചില സമയത്ത് ഭയങ്കരമായിട്ട് സ്മെല്ല് അനുഭവപ്പെടാറുണ്ട്. അപ്പോൾ അതുമൂലം തൊട്ടടുത്തുള്ള കുറച്ച് വീട്ടിലുള്ള കുട്ടികൾക്ക് കുറച്ച് ശ്വാസം മുട്ടിന്റെ പ്രശ്നങ്ങൾ പറയണ്ടായിരുന്നു. ഡ്രസ് വർക്കുകൾ ചീത്തയാവുന്നത്, അത് പെട്ടെന്ന് തുരുമ്പിടിച്ച് പോകുന്നത് അതൊരു അനുഭവമായിട്ട് പറയാനുണ്ട്. കാരണം ഞാൻ ഡ്രസ്സ് ചെയ്തിട്ട് ഇപ്പോൾ അതിൻ്റെ ഒരു ടൈം ആയിട്ടില്ല. അതിനു മുമ്പ് ശരിക്കും ഏകദേശം തുരുമ്പ് പിടിച്ച് നശിച്ചു പോയിട്ടുണ്ട്. അതാണ് മെയിനായിട്ടുള്ളത്. പിന്നെ ഈ ഇടയ്ക്കുണ്ടാവുന്ന അത് ഞങ്ങൾക്ക് പെട്ടെന്ന് കിട്ടിയില്ലെങ്കിലും ഇപ്പൊ നമ്മുടെ ബന്ധുക്കാരൊക്കെ വരുമ്പോൾ അവർക്ക് പെട്ടെന്ന് സംഭവം ഇത് കിട്ടാറുണ്ട്. വൈഫിന്റെ വീട്ടിൽ നിന്നുള്ള ആൾക്കാർക്ക് വരുമ്പോൾ പെട്ടെന്ന് സ്മെല്ല് അറിയാറുണ്ട്. എൻ്റെ വീട് പാലപ്പള്ളിയിലാണ്. കമ്പനി എന്നുള്ള നല്ല സ്മെല്ല്, കാർബൺ കമ്പനി നല്ല സ്മെല്ല് വരുന്നുണ്ട്. പിന്നെ അതുപോലെ ഈ കനാല് വെള്ളത്തിലും അതിന്റെ ഒരു ഇത് കാണുന്നുണ്ട്. വെള്ളത്തിൽ നല്ല കരി പോലെ വരലും പിന്നെ നമ്മുടെ നല്ല എന്നിട്ട് പറയാ നല്ല സ്മെല്ലാണ് ഈ അതിന്റെ വഴികൾ പോകുമ്പോൾ നമ്മുടെ ഏരിയയിലേക്കൊക്കെ വരുന്നത്. നമുക്കത് അസ്വസ്ഥത തന്നെയാണ്. നമുക്കിപ്പോ പെട്ടെന്ന് അസുഖങ്ങളൊന്നും എടുത്ത് കാണിക്കുന്നില്ലെങ്കിലും പിന്നീട് ഭാവിയിൽ വരുന്നതെന്ന് പറയാൻ പറ്റില്ല. പിള്ളേർക്കൊക്കെ ശ്വാസം മുട്ടലും അങ്ങനെ ഒരു അലർജി പോലെ കൈമ ചൊറിച്ചിലും അതുപോലെ വരുന്നുണ്ട് ഇപ്പോഴും. അപ്പൊ നമ്മളിവിടെ താമസിക്കുന്നതാണ് വീടിന്റെ അടുത്ത്. അപ്പൊ നമുക്ക് ഒരുപാട് ബുദ്ധിമുട്ടുകളുണ്ട്, സംഭവിക്കുന്നുണ്ട്. ഒരുപാട് ആളുകളോട് സംസാരിച്ചായിരുന്നു ഇതിനെപ്പറ്റി. അപ്പൊ ആർക്കും അതിനോട് വലിയ താല്പര്യമില്ല. ഇവിടെ ജോലി ചെയ്യുന്ന ആളുകളാണ് കാർബോണത്തില് ഒരുപാട് പേരുകൾ. അവരൊക്കെ മരിക്കുകയും ചെയ്തു. ഞങ്ങളിവിടെ താമസമായിട്ട് ഇപ്പൊ 2 കൊല്ലം ആവണം. ഞങ്ങൾക്ക് ചെറിയ ബുദ്ധിമുട്ടുകളൊക്കെ ഉണ്ട്. എന്റെ മോൾക്ക് ചെറിയ അസുഖങ്ങളൊക്കെ ഉണ്ട്. ഇതിനെ സംബന്ധിച്ച് ഞങ്ങൾക്ക് സ്കിൻ പരമായിട്ട് അസുഖങ്ങളുള്ള ആൾക്കാരാണ് കൂടുതലും. അപ്പൊ അതിനുള്ള അസ്വസ്ഥയും കാര്യങ്ങളൊക്കെ ഉണ്ട്. അതിനോട് നമ്മൾ പ്രതികരിക്കുന്നത്. അപ്പൊ ഈ കമ്പനിക്ക് വേണ്ടി നമ്മൾ ഇത് വേണ്ട എന്നുള്ളൊരു ഇതാണ് നമ്മുടെ ആവശ്യം. പിന്നെ അവര് പല കാര്യങ്ങൾ ചെയ്തിട്ടുണ്ട്, പക്ഷെ അത് നമുക്ക് ദോഷകരമായ കാര്യങ്ങളാണ് കൂടുതലും സംഭവിച്ചുകൊണ്ടിരിക്കുന്നത്. ചെയ്ത കാര്യങ്ങളൊന്നും നമുക്ക് അനുകൂലമായിട്ട് തോന്നുന്നില്ല എന്നാണ് എനിക്ക് പറയാനുള്ളത്. സതീഷിന് 4-8 ഹെൽത്ത് സെന്ററിന്റെ അടുത്താണ് എന്റെ വീട്. എന്റെ ഇവിടുന്ന് ഒരു 200 മീറ്റർ അടുത്താണ് ഈ കാർബോറൺ കമ്പനി സ്ഥിതി ചെയ്യുന്നത്. അതിൽ നിന്ന് രൂക്ഷമായ ഗന്ധം എല്ലാ ദിവസവും അനുഭവപ്പെടുന്നുണ്ട്. അത് മഴ പെയ്യുമ്പോൾ ശരിക്കും ഓപ്പൺ ആയിട്ട് വരുന്നുണ്ട് സ്മെല്ല്. നമ്മൾ ആരോടും കംപ്ലൈന്റ് പേര് പറഞ്ഞിട്ടില്ല. പക്ഷെ ഭാവിയിൽ ഒരു നല്ലൊരു ഇത് കണ്ടെത്തുന്നത് നല്ലതാണ്. ഇപ്പൊ ഒരു കൊള്ളും കാര്യങ്ങളും വെച്ചിട്ടുണ്ട്, എന്നാലും അതിന്റെ സ്മെല്ല് പുറത്തേക്ക് വരുന്നുണ്ട്. എന്റെ പേര് സജീഷ. 4 കെട്ടാണ് വീട്. ഇവിടേക്ക് നല്ല പൊടിയും സ്മെല്ലും ഒക്കെ ഉണ്ട്. അലർജി പ്രശ്നങ്ങളൊക്കെ ഉണ്ട്. പിന്നെ ഞങ്ങളുടെ അമ്മ ലെൻസ് ക്യാൻസർ ആയിട്ടാണ് മരിച്ചത്. പേര് അഭിലാഷ്. ഇവിടെ ഈ കാർബോറൺ കമ്പനിയുടെ തൊട്ടടുത്ത് തന്നെയാണ് താമസം. വളരെ ചെറിയൊരു ഡിസ്റ്റൻസ് മാത്രമേ ഉള്ളൂ. ഒരു 200 മീറ്റർ ഒക്കെ അടുത്ത് തന്നെയായിരിക്കും. ചില സമയത്തൊക്കെ വളരെ മോശമായിട്ടുള്ള സ്മെല്ലും ഇതുകളൊക്കെയാണ് നമുക്ക് വരുന്നത്. പലപ്പോഴും ഞാൻ അവിടെ പറഞ്ഞിട്ടുണ്ടായിരുന്നു, സെക്യൂരിറ്റിയുടെ അടുത്ത് പറഞ്ഞിട്ടുണ്ടായിരുന്നു, നിങ്ങളുടെ മാനേജറെ കാണണം, നമുക്ക് ഇതിലെ പോകാൻ പറ്റില്ല. നമ്മൾ പരിസരവാസികൾക്ക് ഭയങ്കര മലിനീകരണമുണ്ട്, ഭയങ്കര നമുക്ക് സഹിക്കാൻ പറ്റാത്തുള്ള സ്മെല്ലുകളാണ്. അതെല്ലാ സമയത്തും ഇല്ല. ചില ഇന്റർവെല്ലിൽ വിട്ടിട്ടുള്ള രീതികളിലാണ് നമുക്ക് കൂടുതൽ. പിന്നെ കമ്പനിയുടെ തൊട്ട് പുറകിലുള്ള റോഡിൽ കൂടെ യാത്ര ചെയ്യുന്ന സമയത്തൊക്കെ നമുക്ക് വളരെ കാലത്ത് നേരങ്ങളിൽ പോകുകയാണെന്നുണ്ടെങ്കിൽ വളരെ ഇതായിട്ടുള്ള രീതിയിൽ പൊടിശല്യം നമുക്ക് അനുഭവപ്പെടും. വെട്ടത്തിൽ നമ്മൾ വെട്ടടിച്ച് പോകുമ്പോൾ കാലത്ത് വെളുപ്പിന് തന്നെ ജോഗിങ്ങിന്റെ ഒരു ഇതുണ്ടായിരുന്നു. ആ സമയത്തൊക്കെ പോകുമ്പോൾ നമ്മൾ വെട്ടടിച്ച് പോകുമ്പോൾ നമുക്ക് ശരിക്കും അറിയാം, അനുഭവപ്പെടാം. നമുക്ക് നല്ല പൊടിശല്യം ഉണ്ടായിരുന്നു. പിന്നെ പകല് സമയങ്ങളിൽ ഇടവിട്ട് മിക്ക സമയങ്ങളിലും ഈ മണം, അസഹനീയമായിട്ടുള്ള മണമാണ് നമുക്ക് തൊട്ടടുത്ത് കിടക്കുന്നത് കൊണ്ടും. പിന്നെ പല ഏരിയകളിൽ ചെല്ലുമ്പോഴും പിന്നെ ജോലിയായിട്ട് ബന്ധപ്പെട്ട് പല സ്ഥലങ്ങളിൽ ചെല്ലുമ്പോഴും അവരും പറയാറുണ്ട്, നിങ്ങൾ എങ്ങനെയാണ് അവിടെ ജീവിക്കണേ, ഞങ്ങൾക്ക് ഇവിടെ വരാൻ സ്മെല്ല് വരുന്നുണ്ടല്ലോ, അപ്പോൾ നിങ്ങൾക്ക് പോകുന്നു. പിന്നെ കുറേ പഴകിയതായതുകൊണ്ട് കുറേ സ്മെല്ലുകളൊന്നും അനുഭവപ്പെടാനില്ല. റിലേറ്റീവ്സും കസിൻസും ഒക്കെ വന്നു കഴിയുമ്പോൾ ചോദിക്കും, പലപ്പോഴും ചോദിക്കാറുണ്ട്, നിങ്ങൾക്ക് എങ്ങനെയത് ഇങ്ങനെ പിടിച്ചെടുക്കാൻ പറ്റണോ, എന്തൊരു സ്മെല്ല, ഒരു ചീഞ്ഞ മുട്ടയുടെ മണമുള്ളോ എന്നൊക്കെ പറഞ്ഞുകൊണ്ട് എല്ലാ സമയത്തും കസിൻസ് ആയാലും എല്ലാവരും വരുമ്പോൾ ഇത് തന്നെയാണ് പറയാറ്. അപ്പം നമ്മളിത് പഴകിയ കാരണം നമുക്കത് മനസ്സിലാവണല്ലേ, കുറേയൊക്കെ സ്മെല്ലൊക്കെ നമുക്ക് അറിയാൻ പറ്റാത്തവർക്കുള്ളതായി. കാർബോറൺ കമ്പനിയിൽ നിന്ന് അതിശക്തമായിട്ടുള്ള മണം വരുന്നതുകൊണ്ട് ഇവിടെ പുറത്തുനിന്ന് വരുന്ന ആളുകൾക്കും ഞങ്ങൾക്കും തന്നെ ഇവിടെ ഇരിക്കാൻ പറ്റാത്തൊരവസ്ഥയാണ്. കൊച്ചു കുട്ടികൾക്കൊക്കെ പുറത്തിറങ്ങി നടക്കാൻ പറ്റാത്ത ഭയങ്കര സ്മെല്ലാണ്. അതുകൊണ്ട് എത്രയും വേഗം ഒന്ന് അവസാനിപ്പിക്കണമെന്ന് താഴ്മയായിട്ട് അപേക്ഷിക്കുന്നു. എൻ്റെ പേര് ജോസ്. 4 കെട്ടാണ് വീട്. ഈ കാർബോറൺ കമ്പനിയുടെ ഏകദേശം ഒരു 200 മീറ്റർ അടുത്താണ്. കമ്പനിയിൽ ഭയങ്കര
പൊടിശല്യവും ഭയങ്കര സ്മെല്ലൊക്കെ ഉണ്ട്. അത് ജനങ്ങൾ ഭയങ്കരമായിട്ട് ബാധിക്കുന്നൊരു പ്രശ്നമാണ്. പലവട്ടം ഇത് ആരോപിച്ചിട്ടുള്ളതാണ്, പക്ഷെ ഇതുവരെയും അതിനൊരു തീരുമാനം ഉണ്ടായിട്ടില്ല. കാർബോറാടത്തിൽ ജോലിക്കാരനായിരുന്നു മരിച്ചത്. ശ്വാസകോശത്തിന്റെ ക്യാൻസർ വന്നു മരിച്ചത്. അവിടുത്തെ പൊടി കയറിപ്പോയിട്ട് അത് ബുദ്ധിമുട്ടാണ്. വീട്ടിലേക്കും ശല്യമാണ്, വീട്ടിലും വരുന്നവർക്ക് ബുദ്ധിമുട്ടാണ്. വരുന്നവര് പറയുന്നുണ്ട് ഇവിടെ നിങ്ങൾക്ക് താമസിക്കാൻ പറ്റില്ല, ഇവിടെ ശ്വാസകോശത്തിലേക്കാണ് ഈ പൊടി പോണത്, അത് നിങ്ങൾക്ക് ദൂഷ്യമാണ്, അത് നിങ്ങൾക്ക് അവിടെ പറയാൻ പറ്റും. അവര് പറഞ്ഞാല് അവിടെ പറഞ്ഞു കഴിഞ്ഞാൽ പ്രതിവിധി എന്തെങ്കിലും അവര് ചെയ്യും എന്നാണ് പറയുന്നത്. എനിക്കും ശ്വാസകോശത്തില് കരി പറ്റിയിട്ടുണ്ട്. ശ്വാസകോശം ശരിയല്ല. ഈ പൊടി വന്ന് കൂർന്ന് ഞങ്ങളുടെ വീടിന്റെ തൊട്ടടുത്താണ് കമ്പനി. അങ്ങനെ ഒരു കുഴപ്പമുണ്ട്. അതുകൊണ്ട് ഇതിൽ നിന്ന് ഞങ്ങൾക്ക് എങ്ങനെയെങ്കിലും ഏതെങ്കിലും തരത്തില് രക്ഷ ചെയ്യണം. പേര് നീന. ഞങ്ങള് നാലുകെട്ടിലാണ് താമസിക്കുന്നത്. നാലുകെട്ട് പള്ളിയുടെ ഒക്കെ ഭാഗത്തായിട്ട്. അപ്പൊ ഞാൻ സ്ഥിരമായിട്ട് ഈ ഇൻഹേലർ യൂസ് ചെയ്യുന്നുണ്ട്. ഈ ഇൻഹേലർ സ്ഥിരമായിട്ട് അല്ലെങ്കിലും ഇടയ്ക്ക് മിക്കവാറും തന്നെ ഈ ഇൻഹേലർ യൂസ് ചെയ്യുന്നുണ്ട്. അപ്പൊ എനിക്ക് ശ്വാസമുട്ട് അങ്ങനത്തെ പ്രശ്നങ്ങളുണ്ട്, തുമ്മല്, അലർജി ഒക്കെ ആയിട്ട്. അപ്പൊ ഞാൻ ഡോക്ടറെ കണ്ടുകൊണ്ടിരിക്കുന്നുണ്ട്. ഡോക്ടർ ഈ ഇൻഹേലറും വേറൊരു ടാബ്ലറ്റും ഒക്കെ എഴുതി തന്നു. പിന്നെ ഇത് കഴിച്ചതുകൊണ്ടും എനിക്ക് കുറെ ബുദ്ധിമുട്ടുള്ളതുകൊണ്ട് ഞാൻ ടാബ്ലറ്റുകളൊക്കെ ഒന്നും എടുക്കാണ്ട് ഇത് മാത്രമായിട്ട് ഉപയോഗിച്ചുകൊണ്ടിരിക്കുകയാണ്. പിന്നെ ഞാൻ ഇവിടുന്ന് എന്റെ വീട്ടിൽ വരുമ്പോ എനിക്ക് കൂടുതലായിട്ട് തോന്നുകയും പിന്നെ ഞാൻ ഇവിടെ നിന്ന് മാറി നിൽക്കുമ്പോൾ അല്ലെങ്കിൽ എന്റെ വീട്ടിലേക്ക് പോകുമ്പോൾ അല്ലെങ്കിൽ ഞാൻ ഓഫീസിൽ വർക്ക് ചെയ്യുന്നുണ്ട്, അപ്പൊ അവിടേക്ക് പോകുമ്പോഴൊക്കെ എനിക്കിത് കുറവായിട്ടും തോന്നാറുണ്ട്. പിന്നെ ഇങ്ങോട്ട് വരുമ്പോ എനിക്ക് ഈ മണം, ഒരു സ്മെല്ല് വരുന്നുണ്ട്. ഈ കാർബോറാണ്ടം കമ്പനിയുടെ അതിന്റെ സ്മെല്ല് വരുന്നുണ്ട്. അപ്പൊ ആ സ്മെല്ല് ഒക്കെ വരുമ്പോൾ എനിക്ക് പ്രത്യേകിച്ച് ഇത് കൂടുതലായിട്ട് അനുഭവപ്പെടുന്ന പോലെ തോന്നാറുണ്ട്. പിന്നെ ഇപ്പൊ മോൾക്ക്, ഞങ്ങൾക്ക് 3 കുട്ടികളാണ്. അതിനകത്ത് രണ്ടാമത്തെ ആൾക്ക് ഇതുപോലെ തന്നെ രാവിലെ എണീക്കുമ്പോൾ അലർജി പ്രശ്നങ്ങൾ കൊച്ചിനുണ്ട്. പിന്നെ മൂത്ത ആൾക്ക് ഇപ്പൊ ഈ ഇടയായിട്ട് റീസെന്റ് ആയിട്ട് അങ്ങനെ സ്റ്റാർട്ട് ആയിട്ടുണ്ട്. പിന്നെ ഇതിന്റെ പ്രശ്നങ്ങളൊക്കെ ആൾക്കറിയാം. ഞാൻ രാവിലെ എനിക്ക് ഭയങ്കര തുമ്മലും അലർജി, ശ്വാസം മുട്ട് ഇപ്പൊ ഈ 2 ആഴ്ചയായിട്ട് എനിക്ക് കൂടുതലായിട്ട് അനുഭവപ്പെടുന്നുണ്ട്. കമ്പനിയുടെ ചുറ്റുപ്രദേശങ്ങളിൽ ഉള്ള ഒരു കമ്പനിയുടെ ഉള്ളിൽ ജീവനക്കാരായിട്ട് ഉണ്ടായിരുന്നു. അവർ സർവീസിൽ നിന്ന് റിട്ടയർഡ് ചെയ്യണ സമയത്തും ചില ആൾക്കാർ VRS എടുത്ത് പോകുന്ന സമയത്തും വീട്ടിൽ വന്ന് ഏതാനും ദിവസങ്ങൾക്കകം അവര് TB എന്ന മാരക രോഗത്തിന് അടിമയായിട്ടും ചോര ചതിച്ചൊക്കെയാണ് മരണപ്പെടാൻ ഇടയായത്. അത് ഈ കമ്പനിയിലെ ജീവനക്കാർക്കും ചുറ്റുപ്രദേശമുള്ളവർക്കും ഒരുവിധം ഇതിന്റെ അനുഭവങ്ങളൊക്കെ ഉണ്ടായിട്ടുണ്ട്.